എല്ലാവർക്കും നമസ്കാരം. ടോവിനോയുടെ അണ്ടർ റേറ്റഡ് മൂവിയായ ഡിയർ ഫ്രണ്ട് എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോവിനോ മൂവി ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഡിയർ ഫ്രണ്ട്. എന്ത് മനോഹരമാണ് ആ സിനിമ. പക്ഷെ എനിക്കറിയാം പലർക്കും ഈ സിനിമ ഒരു ഫേവറേറ്റ് മൂവി ആണോന്നില്ല. ഇത് തിയേറ്ററിൽ റിലീസ് ആയിരുന്നോ എന്ന് എന്നോട് ചോദിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മേ ബി സിനിമയ്ക്ക് വേണ്ട വിധം പ്രൊമോഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കാം സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ പലരും അറിയാതെ പോയത്. ഇതൊരു ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആവേണ്ട സിനിമയായിരുന്നില്ല. ടോവിനോ ഇത്രയും എഫേർട്ട്ലെസ് ആയിട്ട് അഭിനയിച്ച് മറ്റൊരു സിനിമ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം നിങ്ങൾ ശരിവെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വിനോദ് എന്ന ചെറുപ്പക്കാരനായിട്ടാണ് ടോവിനോ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. വിനോദ് തൻ്റെ സുഹൃത്തുക്കളിലൂടെ ബാംഗ്ലൂർ താമസിക്കുകയായിരുന്നു. സജിത്, ശ്യാം, അർജുൻ, ജന്നത്ത് ഇവരൊക്കെയാണ് വിനോദിൻ്റെ ഫ്രണ്ട്സ്. വിനോദ് ഇവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു. ഇവരിൽ പലർക്കും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന പോലും വിനോദായിരുന്നു. സജിത്തിന് വീട് പണിക്ക് വേണ്ടി 2 ലക്ഷം കടം കൊടുക്കുന്നതും അവൻ തന്നെയാണ്. 2 വർഷം കൊണ്ട് വിനോദ് അവരുടെ എല്ലാവരുടെയും സ്നേഹവും വിശ്വസ്തയും പിടിച്ചുപറ്റി. പക്ഷെ പെട്ടെന്നൊരു ദിവസം വിനോദ് അവിടുന്ന് മിസ്സിങ് ആവുന്നതിലാണ് സിനിമ ഗ്രിപ്പിംഗ് ആവുന്നത്. ആക്ച്വലി വിനോദ് തൻ്റെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം എടുത്ത് അവിടുന്ന് മുങ്ങുമായിരുന്നു. പക്ഷെ അവൻ അവർക്ക് വേണ്ടി ഒരു ലെറ്റർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്നു, എന്നെ അന്വേഷിച്ച് വരരുത്, എനിക്ക് നൽകിയ നല്ല ഓർമ്മകൾക്ക് നന്ദി. ഇതൊക്കെയായിരുന്നു അവൻ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇതൊരു പ്രാങ്ക് ആണെന്നാണ് ജന്നത്തും അർജുനും വിചാരിച്ചിരുന്നത്. പക്ഷെ സത്യം അങ്ങനെ ആയിരുന്നില്ല. വിനോദ് ഇതിനു മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ 70 ലക്ഷം തട്ടിയ കേസിൽ പോലീസ് അവൻ്റെ പിറകെ ഉണ്ടായിരുന്നു. പോലീസ് പിടികൂടുമെന്ന് ഉറപ്പായപ്പോഴാണ് വിനോദ് അവിടുന്ന് മുങ്ങുന്നത്. വിനോദ് ആക്ച്വലി ആരാണ്, അവൻ എവിടെയാണ് എന്നുള്ള അവൻ്റെ സുഹൃത്തുക്കളുടെ അന്വേഷണമാണ് പിന്നീട് അങ്ങോട്ട് സിനിമ മുഴുവനും. അതുപോലെ വിനോദും അവൻ്റെ സുഹൃത്തുക്കളും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സീൻ. ചില ചോദ്യങ്ങൾക്കൊന്നും വിനോദ് വ്യക്തമായ ഉത്തരം അവർക്ക് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ സിനിമയും ചില ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചത് തന്നെയാണ് അവസാനിക്കുന്നത്. പക്ഷെ അത് തന്നെയാണ് സിനിമയുടെ ബ്യൂട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടോവിനോ എന്ന നടനോടും വിനീത് കുമാർ എന്ന ഡയറക്ടറോടും എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയത് ഈ സിനിമ കണ്ട ശേഷം തന്നെയാണ്. എത്ര എഫേർട്ട്ലെസ് ആയാണ് ടോവിനോ വിനോദ് എന്ന ക്യാരക്ടറായിട്ട് മാറിയത്. അതുപോലെ എത്ര പൊളിയായിട്ടാണ് വിനീത് കുമാർ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വിനീത് കുമാർ ഒരിക്കലും ഒരു ഓർഡിനറി ഡയറക്ടർ അല്ല. അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സ് ഒരാൾ തന്നെയാണ്. ഈ സിനിമയിൽ ദർശനയുടെ കൂടെ ടോവിനോയുടെ ഒരു സീനുണ്ട്, ഒരു തെറാപ്പി സെഷൻ ഉണ്ട്. എന്ത് ഇമ്പാക്ട്ഫുൾ ആണ് സീന്. ടോബി മാത്രമല്ല, ഇതിൽ അഭിനയിച്ച ബാക്കി എല്ലാ ആക്ടേഴ്സും നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ടോവിനെ കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ശ്യാമായിട്ട് അഭിനയിച്ച അർജുൻ രാധാകൃഷ്ണനാണ്. അങ്ങനെ പക്ക ശ്യാം എന്ന കഥാപാത്രമായിട്ട് ജീവിക്കുകയായിരുന്നു. എമ്മാതിരി പെർഫെക്ഷൻ. ഡിയർ ഫ്രണ്ട് ഒരിക്കലും ഒരു ഫ്ലോലെസ് മൂവിയാണെന്ന് ഞാൻ പറയില്ല. ഡിയർ ഫ്രണ്ടിന് അതിൻ്റെതായ ഫ്ലോസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ സിനിമ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഹോണ്ടിങ് ആണ്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.